പ്ലസ് ടു പ്ലസ് തുടരുന്നു. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ച് വിളിക്കാം. സാർ, ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്പം മുമ്പ് തന്നെ നഴ്സിംഗിന്റെ സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ നഴ്സിംഗ് പഠിച്ചിട്ട് പക്ഷേ നഴ്സിംഗ് പഠിക്കുന്നതിൽ ഒരു 90% ആളുകളും പുറത്തെ ജോലി ലക്ഷ്യമിട്ടാണ് പഠിക്കുന്നത്, ഫോറിൻ കൺട്രീസിലേക്ക്. പക്ഷേ അവർക്ക് അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റാതെ ഇവിടെ തന്നെ നിൽക്കേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് അതിനെ മറികടക്കാൻ ഈ ഒരു നഴ്സിംഗിന്റെ സാധ്യതകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം? ഇപ്പോൾ BSc നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ 4 കൊല്ലത്തെ പ്രോഗ്രാം, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ഡിപ്ലോമയുണ്ട്, അത് 3 കൊല്ലത്തെ പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിലും കുഴപ്പമൊന്നുമില്ല. രണ്ടിനും വെളി ജോലി കിട്ടുമെന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ വരുന്നത്, ഏറ്റവും കൂടുതൽ ശമ്പളം, അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ വരുന്നുണ്ട്. ഈ USA പോകണമെങ്കിൽ 2 പരീക്ഷകളുണ്ട്. ഒന്ന് CGFNS പറയും, അതായത് കമ്മീഷൻ ഓൺ ഗ്രാജുവേറ്റ്സ് ഓഫ് ഫോറിൻ നഴ്സിംഗ് സ്കൂൾസ്. അതിൽ നഴ്സിംഗിന്റെ ഭാഗ പരീക്ഷ നമ്മുടെ കുട്ടികൾക്ക് നല്ല മാർക്ക് മേടിക്കും. അടുത്തത് ഇംഗ്ലീഷാണ്. ആ ഇംഗ്ലീഷ് ടോഫൽ എന്നൊരു പരീക്ഷയുണ്ട്, ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ഫോറിൻ ലാംഗ്വേജ്. ആ ടോഫൽ ജയിക്കണമെങ്കിൽ ഒരു അമേരിക്കൻ ആക്സെന്റിൽ സംസാരിച്ച് കേട്ടാൽ മനസ്സിലാകണം. അവർക്ക് മനസ്സിലാവുന്നത് പറയാനും കഴിയണം. പ്രസംഗമല്ല, എഴുത്തല്ല, സാധാരണ രീതിയിൽ രോഗികളുമായിട്ട് സംസാരിക്കാനുള്ള. അപ്പോൾ ആ കാര്യം പരിശീലിക്കുമ്പോൾ അത് എങ്ങനെ വിജയിക്കില്ല, അവിടെ ഇംഗ്ലീഷ് ഭാഷ പുറകോട്ട് പോകും. അതുകൊണ്ട് ഇങ്ങനെ വിദേശ രാജ്യത്തെ ജോലിയുടെ ലക്ഷ്യമുണ്ട് എന്ന് വരികിൽ തുടക്കം മുതൽ തന്നെ അതിനു വേണ്ടി നാം പരിശീലിക്കണം. ഇപ്പോൾ CNN ചാനൽ, US ചാനൽ കാണും. അപ്പോൾ ഈ നമ്മുടെ ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ ആ രീതിയിലുള്ള ആക്സെന്റ് നമ്മൾ പെട്രോളിന് അവർ ഗ്യാസ് എന്നാണ് പറയും. അപ്പോൾ ആ ഒരു രീതി മനസ്സിലാക്കിയിട്ട് അതുകൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ CGFNS ആ തുല്യ പരീക്ഷയാണ്. NCLX 6. അമേരിക്ക ചില സ്റ്റേറ്റ്സിൽ CGFNS മാത്രം മതി, ചിലടത്ത് NCLX വേണം. ഏതായാലും നഴ്സിംഗ് നമ്മുടെ കുട്ടികൾ നല്ല പഠിക്കും. ലോകത്തിലൊക്കെ ഏറ്റവും നല്ല മലയാളി നഴ്സുമാർ എത്രയും ഭംഗിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് അങ്ങോട്ട് കടക്കണമെങ്കിൽ പലയിടത്തും ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നല്ല ഉയർന്ന വേതന കിട്ടുകയും ചെയ്യും. പിന്നെ ഇവിടെ ഇപ്പോൾ സാധാരണ വരുന്നത് 4 ലക്ഷം രൂപ ലോണും എടുക്കും. ഇവിടുത്തെ ആശുപത്രി ശമ്പളം കുറവാണ്, ലോൺ അടയ്ക്കാനുള്ള കാശേ കിട്ടുകയുള്ളൂ. കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർ തുടക്കത്തിൽ തന്നെ ചെയ്യേണ്ടത് ഈ ഇംഗ്ലീഷ് ഭാഷയുടെ കാര്യം, ഈ പ്രത്യേക ഇംഗ്ലീഷ് സാഹിത്യമല്ല, ഈ പരീക്ഷയ്ക്ക് കൂടി ടോഫലോ IELTS അതിന് വേണ്ട പരിശീലനം കൂടെ ചെയ്യുന്നത് ഏറ്റവും നല്ലത്, സാങ്കേതികമായിട്ടുള്ള പരിശീലനം അതിന് വേണം. സാർ, ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഗൗരിപ്രിയ എന്നൊരു കുട്ടി വിളിക്കുന്നുണ്ട്. ഗൗരിപ്രിയ സാറിനോട് സംസാരിച്ചു. ഹലോ സാർ. പറയൂ സാർ, ഞാൻ +2 കഴിഞ്ഞു. കമ്പ്യൂട്ടർ മാത്സ് ആയിരുന്നു. കമ്പ്യൂട്ടർ മാത്സിൽ മറ്റ് വിഷയങ്ങൾ പറയുക. കമ്പ്യൂട്ടർ വഴി ബാക്കി വിഷയങ്ങൾ എന്തൊക്കെയാ? മാത്സ് കഴിഞ്ഞ എന്തൊക്കെയാ ഉള്ളത്? അത് പറയുക. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറയൂ. അതാണ് മെയിൻ വിഷയങ്ങൾ. സാർ, ഞാൻ VIT-യിൽ MS സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് 5 ഇന്റഗ്രേറ്റഡ് കോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോഴ്സിനെ പറ്റി, അതിന്റെ ജോലിക്കുള്ള സാധ്യതകൾ. നല്ല പ്രോഗ്രാമാണ്, നല്ല സ്ഥാപനമാണ്, ഒരു കുഴപ്പവും വരികയില്ല. പഠിക്കുക പോയി, പക്ഷെ നല്ലവണ്ണം പഠിച്ചോളണം. ഇടയ്ക്ക് നല്ല സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തോളണം. സോഫ്റ്റ് സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ മാത്രമല്ല, നമ്മുടെ പെരുമാറ്റ രീതിയും ഒക്കെ നല്ല ഉണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല, പൊക്കോളുക, കുഴപ്പമില്ല. സാർ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അറഫ എന്നൊരു കുട്ടി വിളിക്കുന്നുണ്ട്. അറഫ സാറിനോട് സംസാരിക്കും. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഞാനിപ്പോ +2 കൊമേഴ്സ് ആണ് എടുത്തിരുന്നത്. എക്സാം ജയിച്ചു. അപ്പോ BCom-ന് പോവാൻ വേണ്ടിയിട്ട് 70% മാർക്കേ ഉള്ളൂ. അപ്പോ BCom-ന് പോയാ അതിന് എളുപ്പമായി BCom-ന് ഇപ്പൊ കോളേജിൽ പോകാതെ പഠിക്കാമല്ലോ. വാസ്തവത്തിൽ കോളേജിൽ പഠിക്കുന്ന അതിൽ കൂടുതൽ ഇപ്പൊ വെളിയിലാ BCom പഠിച്ചു പ്രൈവറ്റ് രജിസ്ട്രേഷനാണ് ചെയ്യാൻ സാധിക്കും. പക്ഷേ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വെറുതെ വീട്ടിലിരിക്കേണ്ട കൂട്ടത്തിൽ നമുക്കൊരു CA കൂടെ പഠിക്കാം, അല്ലെ കമ്പനി സെക്രട്ടറി കൂടെ പഠിക്കാം. തിരുവനന്തപുരത്ത് ഒരു കുഴപ്പമില്ല. ഈ മാർക്കൊന്നും ശരിയായ സൂചകമൊന്നും അല്ല. കുട്ടിക്ക് ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അത് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ മാർക്കിനെ പറ്റി മറക്കുക. 70% മാർക്ക് കിട്ടിയല്ലോ, മാർക്ക് കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒട്ടും നിരാശയൊന്നും വേണ്ട. നമ്മൾ ഇനി ശ്രമിച്ചാൽ മതി. തീർച്ചയായിട്ടും കുട്ടിക്ക് BCom-ൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ BCom എടുക്കാൻ പറ്റും. സമാന്തരമായിട്ട് CA-ക്കോ ECS-നോ രജിസ്റ്റർ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. കിഴക്കേക്കോട്ടെ നിങ്ങളുടെ CS-ന്റെ ഓഫീസുണ്ട്. എനിക്കിപ്പോ മനസ്സിലില്ലായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് അറിയില്ല. കൂടുതൽ അങ്ങനെ തിരുവനന്തപുരം തൈക്കാട് പൗണ്ട് റോഡിൽ അവരുടെ ഓഫീസിന് അവിടെ പോയി നോക്കാം. വെബ്സൈറ്റിൽ കയറാം, അല്ലെങ്കിൽ തിരുവനന്തപുരം തൈക്കാട് പൗണ്ട് റോഡിൽ അവരുടെ ഓഫീസിൽ ഇരിപ്പുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ട്സുകാരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ പോയി മനസ്സിലാക്കുക. അല്ലെങ്കിൽ കോട്ടയ്ക്കകത്ത് അവിടെ കമ്പനി സെക്രട്ടറിക്കാരുടെ ഓഫീസിൽ ഇരിപ്പുണ്ട്, അവിടെ പോയി മനസ്സിലാക്കുക. ഓക്കെ, ശരി. സാർ, ഇപ്പോൾ കോട്ടയത്ത് നിന്ന് എമി എന്നൊരു കുട്ടി വിളിക്കുന്നുണ്ട്. എമി സാറിനോട് സംസാരിച്ചു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ ടു. സാറേ, ഞാൻ ബയോമാക്സ് ആണ് സബ്ജക്ട്. ഇപ്പൊ +2 കഴിഞ്ഞിട്ട് എനിക്ക് ജേർണലിസം താല്പര്യമുണ്ട്. ഞാൻ ഇപ്പൊ എൻട്രൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, കോച്ചിങ്ങിന് പോകുന്നുണ്ട്. ഏത് എൻട്രൻസിന്? മെഡിക്കൽ എൻട്രൻസ്. അത് വേറൊരു വിഷയമാണ്. ഓക്കെ, അത് ജേർണലിസം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം നല്ല ഭാഷാ സ്വാധീനത ഉണ്ടായിരിക്കണം. അവർ പറയും സാധാരണ കാര്യങ്ങൾ സാധാരണ രീതിയിൽ പറയുന്നവരാണ്. ഇപ്പോൾ ഇലക്ട്രോണിക് മീഡിയ ആയാലും പ്രിന്റ് മീഡിയ ആയാലും ഒക്കെ അങ്ങനെ ഉണ്ട്.
അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചില ജേർണലിസത്തിൻ്റെ അംശമുള്ള BA പ്രോഗ്രാമൊക്കെ ഉണ്ട്, അതുകൊണ്ട് അധികം നമ്മൾ എത്തുകയില്ല. നമ്മൾ ഒരു ഡിഗ്രി എടുക്കുക, ഇഷ്ടമുള്ള വിഷയം ഡിഗ്രി എടുത്തതിന് ശേഷം അത് കഴിഞ്ഞ് ജേർണലിസ്റ്റിൻ്റെ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ MCJ, അപ്പോൾ അതായത് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം, അതിൻ്റെ മാസ്റ്റർ ഡിഗ്രിയാണ്, യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ മാസ്കോം കോട്ടയത്തൊരു സ്ഥാപനമുണ്ട്. അതേപോലെ പല സ്ഥാപനങ്ങളും പലയിടത്തും ഉണ്ട് ജേർണലിസം പഠിപ്പിക്കുന്നവർ. ഇപ്പോൾ ഭാരതീയ വിദ്യാഭവന എല്ലാ കേന്ദ്രം അത് ഈവനിങ് ക്ലാസ്സുകളുണ്ട്. ഒരുപാട് സ്ഥാപനം എല്ലാം ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇന്ത്യയിലെ 1ാമത്തെയാണ്, കോട്ടയത്തെ ശാഖ ഇപ്പോഴുണ്ട്. അപ്പോൾ നല്ല ഡിഗ്രി എടുത്തതിന് ശേഷം, ഇഷ്ടമുള്ള വിഷയത്തിൽ ഡിഗ്രി എടുത്ത ശേഷം ഇതിന് പോകണം. പക്ഷേ ഈ ഡിഗ്രി എടുക്കുന്ന 3 വർഷക്കാലം വെറുതെ വിഷയം മാത്രം പഠിക്കാതെ ഭാഷ മെച്ചമാക്കാൻ നോക്കണം. നിങ്ങൾ ഏത് ഭാഷയിലാണ് ജേർണലിസം? മലയാളമാണോ ഇംഗ്ലീഷാണോ? മലയാളമാണെങ്കിൽ നിങ്ങൾ മലയാള ഭാഷയിൽ നല്ല പ്രാവീണ്യം ആർജിക്കണം. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, മലയാള ഭാഷ നല്ലോണം സംസാരിക്കാൻ സാധിക്കുകയില്ല. അതിൽ ഇലക്ട്രോണിക് എഴുതുകയാണെങ്കിൽ നല്ല ഭാഷയിൽ എഴുതാൻ ശീലിക്കണം. നല്ല മലയാളം എഴുത്തുകാരുടെ കൃതികളൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം, കുറേയൊക്കെ എഴുതി നോക്കണം. അപ്പോൾ ഭാഷ 3 കൊല്ലം മെച്ചപ്പെടുത്തുക, നല്ല പെരുമാറ്റ രീതി. ഈ ജേർണലിസ്റ്റിന് 2-3 ഗുണങ്ങൾ വേണം. ഒന്ന്, നല്ല ഭാഷ. 2, ക്ലോക്കിൻ്റെയും കലണ്ടറിൻ്റെയും അടിമയാകാൻ പാടില്ല. 5 മണിക്ക് ആ വീട്ടിൽ പോകാൻ പറ്റില്ല, 6 മണിക്കാരും തീവണ്ടി അവിടെ ഉണ്ടാകാതിരിക്കില്ല, അങ്ങനെ ഉണ്ടായേക്കാം. പിന്നെ ആരെ കാണാനുമുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകണം. ഗവർണറെയും കാണണം, മുഖ്യമന്ത്രിയെയും കാണണം, കൂട്ടത്തിൽ ശിവായിയെയും കാണണം. അപ്പോൾ അവരെയൊക്കെ അതിനൊക്കെ ഒരു പ്രത്യേക ഒരു വാസന ഉണ്ടായിരിക്കും. ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാം. അതുകൊണ്ട് +2 കഴിഞ്ഞ് ജേർണലിസം അല്ല, നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് ജേർണലിസം വിചാരിക്കുക. നമ്മൾ ആരോ പറഞ്ഞു, ഇഫ് യു ആർ എ വേം ബി എ ഗ്ലോബ്. നമ്മൾ ഏറ്റവും നല്ലതിനെ പറ്റി ആഗ്രഹിക്കുക കേട്ടോ. എല്ലാവരും നന്നായിട്ട് വരട്ടെ. സാർ, ഇപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് അജ്മൽ എന്നൊരു കുട്ടി വിളിക്കുന്നുണ്ട്. അജ്മൽ സാറിനോട് സംസാരിച്ചു. പറയൂ അജ്മൽ. ഹലോ സാർ, എനിക്ക് പെട്രോളിയം എഞ്ചിനീയറിംഗ് പോകാൻ താല്പര്യമുണ്ട്. പെട്രോളിയം നല്ലതാണ്. പെട്രോളിയം എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ നമ്മൾ സാധാരണ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പോലെ മാത്രമേ ഉള്ളൂ. പെട്രോളിയം എഞ്ചിനീയറിംഗ് പഠിച്ച വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ സാധ്യത അതിനകത്ത് വരുന്നതാണ്. പിന്നെ പെട്രോളിയം എന്തോ അതിനെ ഞാനൊരു വഴി പറഞ്ഞു തരാം. ഞാൻ ഇവിടുന്ന് ഓരോ ലിസ്റ്റ് വായിക്കുന്നതിലും മെച്ചമായിട്ട് വെള്ളത്. നിങ്ങൾ തിരുവനന്തപുരത്താണ്? എവിടെയാണ് നിങ്ങൾ? തിരുവനന്തപുരത്താണോ? എവിടുന്നാണ് വിളിക്കുന്നത്? ഇത് പെരുമ്പാവൂരാണ്. അപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ അവിടെ യൂണിവേഴ്സിറ്റീസ് ഹാൻഡ് ബുക്ക് എന്നൊരു സാധനമുണ്ട്. ആ 4500 രൂപയുടെ പുസ്തകമാണ്. അതിനകത്ത് ഓരോ കോഴ്സുകളും എവിടെയൊക്കെ ഉണ്ടെന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആൽഫബറ്റിക്കലായിട്ട്. അല്ലെ ഓരോ യൂണിവേഴ്സിറ്റി എന്തൊക്കെയുണ്ടെന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു വഴി. രണ്ടാമത്തെ വഴിയുള്ളത് AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആ സൈറ്റിൽ പോയാൽ അംഗീകാരമുള്ളത് കിട്ടും. പിന്നെ സ്ഥാപനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ധൻബാദിലുണ്ട്. പക്ഷേ അത് IIT എൻട്രൻസ് വഴിയാണ് പോകുന്നത്. IIT ബോംബെയിലെ പ്രോഗ്രാമുണ്ട്, M.Tech ഉണ്ട്. പിന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി റായ്ബറയിൽ B.Tech ഉണ്ട്. അലിഗാർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഞാൻ ഈ പെട്രോളിയം എഞ്ചിനീയറിംഗ് അല്ലെ പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗുകളുടെ സ്ഥലങ്ങളാണ് പറയുന്നത്, B.Tech. അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി പൂനെയിലുണ്ട്. ലക്ഷ്മി നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി നാഗ്പൂരിലുണ്ട്. അങ്ങനെ ലിസ്റ്റ് ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ ലിസ്റ്റ് വായിക്കുന്നതിലും ഭേദം നിങ്ങൾ യൂണിവേഴ്സിറ്റി ഹാൻഡ് ബുക്ക് നോക്കുക, അല്ലെ AICTEയുടെ വെബ്സൈറ്റ് നോക്കുക. വേറെയും സ്ഥാപനങ്ങളുണ്ട്, നല്ല വഴിയാണ്. സാർ, ഇപ്പോൾ കായംകുളത്ത് നിന്ന് അഭിലാഷ് എന്നൊരു കുട്ടി വിളിക്കുന്നുണ്ട്. അഭിലാഷ് സാറിനോട് സംസാരിച്ചോളൂ. പറയൂ അഭിലാഷ്. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഞാൻ +2 ഇപ്പോൾ കഴിഞ്ഞു. സയൻസ് എടുത്തിട്ട്. എന്താണ് +2 കഴിഞ്ഞിട്ട്? സയൻസ് വിഷയമായിരുന്നു +2 എടുത്തത്. ഇപ്പോൾ എനിക്ക് ക്രിമിനോളജിക്ക് പോകാൻ ആഗ്രഹമുണ്ട്. ക്രിമിനോളജി, ഫോറൻസിക് സയൻസ് 2 മേഖലകൾ, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ക്രിമിനോളജിക്ക് പോകാം, അത് BA ഉണ്ട്, BSc ഉണ്ട്. പക്ഷെ ക്രിമിനോളജി പഠിച്ചാൽ ജോലി സാധ്യത താരതമ്യേന കുറച്ച് കുറവ്, താമസം വരെ ജോലി കിട്ടാൻ. അതുകൂടെ മനസ്സിൽ വെച്ചോളണം. അല്ലെങ്കിൽ പിന്നെ റിസർച്ചിലേക്ക് പോകാം. ക്രിമിനോളജിസ്റ്റ് ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് താരതമ്യേന കുറവായിരിക്കും. അത് കിട്ടാനൊരു കുറച്ച് താമസം വരുന്നൊരു ജോലിയാണ്. അപ്പോൾ ക്രിമിനോളജി ഇപ്പോൾ സാഗർ യൂണിവേഴ്സിറ്റി ഉണ്ട്, പല സ്ഥലങ്ങളിലുണ്ട് ക്രിമിനോളജി ഉണ്ട്. ലിസ്റ്റൊക്കെ വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എടുക്കുകയും ചെയ്യാം. പക്ഷേ അത് ആലോചിച്ച് വേണം പോകാനായിട്ട്, ആ വഴി പോകാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പോകാൻ നമുക്ക് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് TIS എന്നൊരു സ്ഥാപനമുണ്ട്. അവിടെ MA സോഷ്യൽ ക്രിമിനോളജി, അത് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോകുന്ന വഴിയാണ്. പിന്നെ ഏറ്റവും നല്ല ലോകനായക് ജയപ്രകാശ് നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയിലുണ്ട്. അവിടെ MA ക്രിമിനോളജി, MSc ക്രിമിനോളജി ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ BAയും BSc MA MSc ഒക്കെ ഉണ്ട്. യൂണിവേഴ്സിറ്റി മദ്രാസിൽ പ്രോഗ്രാമുണ്ട്. പക്ഷേ ഇതിന് ബുദ്ധിമുട്ട് വരുന്നത് ജോലിക്ക് അല്പം താമസം വരും. പിന്നെ ഫോറൻസിക് സയൻസ്, ഫോറൻസിക് മെഡിസിൻ അല്ല, ഫോറൻസിക് സയൻസ് ഇതിന് പോകാവുന്നതാണ്. പക്ഷേ ജോലി അതിനകത്ത് പറ്റില്ല, താമസം വരും. റിസർച്ചാണെങ്കിൽ പോവുകയും ചെയ്യാം. സാർ, ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് AB എന്നൊരു കുട്ടി വിളിക്കുന്നുണ്ട്. AB സാറിനോട് സംസാരിച്ചു. പറയൂ. ഹലോ സാർ, ഞാൻ വിളിക്കുന്നത് എന്റെ ബ്രദറിന് വേണ്ടിയാണ്. ബ്രദറിന്റെ കൊടുത്തേ. ബ്രദർ വീടില്ല, നാട്ടിൽ പോയി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നത്. ശരി, പറഞ്ഞോളൂ. അവന് +2 കഴിഞ്ഞിട്ട് അവൻ പൈലറ്റ് കോഴ്സിന് ചേർന്ന് ഫിലിപ്പീൻസിൽ പഠിക്കാൻ പോയായിരുന്നു.
പക്ഷെ അവന് ചില കാരണങ്ങളാൽ അവനത് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അവൻ ഓൾമോസ്റ്റ് 3 years അവിടെ അതിന് വേണ്ടി നിന്നിട്ട് അവൻ പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അന്നേരം അവൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പക്ഷെ അവന് ഇനി എന്ത് ചെയ്യണമെന്ന് ഉള്ള ഒരു കൺഫ്യൂഷൻ ആണ്. അവൻ ഓൾമോസ്റ്റ് ഈ ഒരു പൈലറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് ചെയ്യാനാണ് അവന് കൂടുതൽ താല്പര്യമുള്ളത്. അല്ല, പൈലറ്റ് റിലേറ്റഡ് അല്ല, പൈലറ്റ് എയർലൈൻ പൈലറ്റ് ഒരു പ്രോഗ്രാമാണ്, അത് പഠിക്കാന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ റായ്ബറയിലെ ഇന്ദിരാഗാന്ധിയുടെ പേര് ഇഗ്രു എന്നൊരു സ്ഥാപനമുണ്ട്, അവിടെ ഏറ്റവും നല്ല സ്ഥാപനം അതാണ്. അവിടെ ആദ്യം മുതൽ പഠിക്കാൻ ഒരു 36 ലക്ഷം രൂപ അവർ പറയുന്നുണ്ട്, ഫീസ് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകാരമുള്ള പല സെൻറ്റർ തിരുവനന്തപുരത്തും പടിഞ്ഞാറേക്കോട്ടെ സ്ഥാപനമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോയി മാത്തമാറ്റിക്സും ഫിസിക്സും ഉള്ള +2 പാസ്സായി ആർക്കും രജിസ്റ്റർ പഠിക്കാം. അത് 3 ലെവലുണ്ട്. സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് കമേഴ്ഷ്യൽ CPL ഉണ്ട്. 3 ലെവലുണ്ട്. ഈ 3 ലെവൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 2 കൊല്ലം കൊണ്ടോ ഒക്കെ നേടിയെടുക്കാൻ പറ്റും. കുറച്ച് ചിലവ് കൂടിയതാണ്, പക്ഷേ കൂടിയ വരുമാനമുള്ള വഴിയുമാണ്. തീർച്ചയായിട്ടും അതിന് പോകട്ടെ. ഓക്കെ, ശരി സാർ. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് മുജീബ് എന്നൊരു കുട്ടി വിളിക്കുന്നുണ്ട്. മുജീബ് സാറിനോട് സംസാരിക്കും. പറയൂ മുജീബ്. BSc ഫിസിക്സ് ഇത് +2 പ്രോഗ്രാമാണ്. +2 പറഞ്ഞോളൂ, എന്താ കാര്യം പറയൂ. അപ്പോ ഇനി മുമ്പോട്ടൊരു കോഴ്സാണ് MSc അല്ലാണ്ട് വേറെ ടെക്നിക്കൽ ആയിട്ടുള്ള കോഴ്സും പോകാൻ. അല്ലെ, MSc അല്ലാതൊരു നിങ്ങളുടെ ഫിസിക്സ് പഠിച്ച MSc പോകാം. അല്ലെ, ഒരുപാട് ഡിഗ്രി ജയിച്ചവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് സിവിൽ സർവീസിന് പോകാമെന്ന് ഞാൻ പറയും. അല്ലെ, മാനേജ്മെന്റിന് പോകാം, നിങ്ങൾക്ക് ലോ പഠിക്കാൻ പോകാം. അങ്ങനെ പല പല വഴികളുണ്ട്. അല്ലാതെ എന്ത് ടെക്നിക്കലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഫിസിക്സ് പഠിച്ചിട്ട് ഏത് തരത്തിലാണ് ഉദ്ദേശിക്കുന്നത്? എഞ്ചിനീയറിംഗ് 3 കൊല്ലം നഷ്ടം വരും. ഏതുമായിട്ട് മെഡിക്കൽ ഫീൽഡിൽ പോണ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. അത് മെഡിക്കൽ ഫീൽഡ് എന്ന് അതുമായിട്ട് ബന്ധമുണ്ട്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ കോഴ്സുകൾ പഠിക്കാത്ത, ബയോളജി പഠിക്കാത്ത ആളുകൾക്കും ആതുര സേവാ രംഗത്തേക്ക് കടക്കാനുള്ള ഒരു വഴിയാണ്. അപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റുള്ള സ്ഥാപനങ്ങളിൽ നോക്കി അത് വേണേൽ പോകാം. മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യാൻ, നമ്മൾ നിങ്ങൾക്ക് പോകാവുന്ന ചില ചെറിയ കോഴ്സുകൾ, സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. പക്ഷേ അതിനകത്ത് ഉള്ള ജോലി സാധ്യത വളരെ ഉണ്ടെന്ന് പറഞ്ഞാലും അത് വേഗം ഉയരാൻ സാധിക്കുകയില്ല. ശ്രീത്ര സെൻറ്ററിൽ ചില കോഴ്സുകൾ കൊണ്ട് ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. പക്ഷേ പ്രൊഫഷനിൽ കയറിയാൽ ഒരുപാട് ഉയരാൻ സാധിക്കില്ല. പക്ഷേ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണെങ്കിൽ ഉയരാനും സാധിക്കും. അതായിരിക്കും പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ സാർ. ഇപ്പോൾ കൂരാച്ചുണ്ടിൽ നിന്ന് ജോമൽ എന്നൊരു കുട്ടി വിളിക്കുന്നുണ്ട്. ജോമൽ സംസാരിച്ചോളൂ സാറിനോട്. സാർ ഗുഡ് ആഫ്റ്റർനൂൺ. സാർ ഞാനിപ്പോ +2 ബയോമാത്സ് ആണ് പഠിച്ചത്. ശരി. അതില് 90% മാർക്ക് ഉണ്ടായിരുന്നു. ഇരിക്കട്ടെ, ബാക്കി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറയൂ. സാർ ഇപ്പൊ ബിടെക് അതായത് ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് എൻട്രൻസ് എഴുതണോ അതോ BSc ഫിസിക്സിന് പോകണോ? അത് കൺഫ്യൂഷൻ ആണ്. അല്ല, അതിപ്പോഴേ എഞ്ചിനീയറിംഗ് കോളേജ് ഒരുപാടായതുകൊണ്ട് ആർക്കും ബിടെക്കിന് സീറ്റ് കിട്ടുന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ 5 ലക്ഷം കുട്ടികൾ ജയിച്ചാൽ 50,000 ഉണ്ട്. 10 ഒരാൾക്ക് ഈസി ആയിട്ട് സീറ്റ് കിട്ടാറ് സീറ്റുകളുണ്ട്. പക്ഷേ BSc ഫിസിക്സ് കേവല ശാസ്ത്രം, അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, സ്റ്റാറ്റിക്സ്, ബയോളജി, സുവോളജി, അതിലൊക്കെ ഒരുപാട് ഗവേഷണ സാധ്യതകളുണ്ട്. ഇപ്പോൾ ഫിസിക്സ് പഠിച്ച ആസ്ട്രോഫിസിക്സ് നിങ്ങൾക്ക് പോകാം, ന്യൂക്ലിയർ ഫിസിക്സിന് പോകാം. ഒരുപാട് സാധ്യതകളുണ്ട്. അത് നിങ്ങളുടെ അഭിരുചി തീരുമാനിക്കണം. എനിക്കിവിടെ തീരുമാനിക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊരു പ്രാക്ടിക്കലുള്ള എഞ്ചിനീയറിംഗിനാണോ പോകേണ്ടത്? പക്ഷേ എഞ്ചിനീയറിംഗ് ഓർത്തോളുക, ഈ 50,000 സീറ്റിൽ 25,000 കുള്ളി ജയിച്ചു വന്നാലും അത്ര എഞ്ചിനീയറിംഗ് ജോലികളില്ല, കോർ എഞ്ചിനീയറിംഗ് ജോലിയില്ല. അവർക്ക് പലപ്പോഴും സോഫ്റ്റ്വെയറിലേക്ക് പോകേണ്ടി വന്നിരിക്കും. അപ്പോൾ അങ്ങനെയും വരാം. പക്ഷേ ഫിസിക്സ് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അധ്യാപകനാകാം. ഇപ്പോൾ MSc ജയിച്ചിട്ട് 55% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് എഴുതി കഴിഞ്ഞാൽ അധ്യാപകനാകാം. പോയി കുട്ടികളുടെ ടെലിഫോൺ സംഭാഷണത്തിൽ ഫോൺ കട്ടായി പോയിരിക്കുന്നു. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് സാജു വർഗീസ് വിളിക്കുന്നുണ്ട്. സാജു സംസാരിച്ചോളൂ. ഹലോ സാർ, എനിക്ക് +2 കഴിഞ്ഞിട്ട് വെറ്റിനറിക്ക് പോകാനാണ് താല്പര്യം. അതിന്റെ കോളേജസിനെയും പിന്നെ അതിന്റെ ജോലി സാധ്യതയെ കുറിച്ച് പറഞ്ഞുതരാം. ജോലി സാധ്യത 1-ാം തരം, പാസ്സാകുന്നവർക്കെല്ലാം ജോലി കിട്ടും എന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ MBBS പാസ്സായി കഴിഞ്ഞാൽ അന്ന് നമ്മുടെ പ്രശ്നം തുടങ്ങും. കാരണം മെഡിക്കൽ ഫീൽഡിൽ ഉയർന്നു വരണമെങ്കിൽ MBBS കൊണ്ട് പോരാ. അപ്പോൾ MBBS ഒന്നുകിൽ നമ്മൾ MD അല്ലെ MS പഠിക്കുന്നു. MD പഠിച്ചാൽ അതിന് DM വരും, MS പഠിച്ചാൽ MCH വരും. അപ്പോൾ ചുരുങ്ങിയ പക്ഷം ഒരു MD MS കൊണ്ട് അത് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ DMO വേണം. നേരെ മറിച്ച് വെറ്ററിനറി ആണെങ്കിൽ പ്രായോഗികമായിട്ട് ബാച്ചലർ ഓഫ്
വെറ്ററിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഒരാളുടെ ഒരു ഹാർട്ട് ഓപ്പറേഷൻ വേണം, MBBS ആണെങ്കിൽ പോവില്ല. പക്ഷേ പശുവിൻ്റെ പ്രസവം എടുക്കാൻ വെറ്ററിനറി സയൻസ് മതി, അവിടെ MBBS ചോദിക്കാറില്ല. പിന്നെ അങ്ങനെയല്ല, നിങ്ങൾക്ക് മാസ്റ്റർ പ്രവേശനം വേണമെങ്കിലും താരതമ്യം എളുപ്പമാണ്. മെഡിസിൻ്റെ വളരെ ബുദ്ധിമുട്ടാണ് PG സെലക്ഷൻ, നല്ല കോമ്പറ്റീഷനുണ്ട്. അപ്പോൾ നല്ല ജോലി സാധ്യതയുണ്ട്, സ്വകാര്യ പ്രാക്ടീസിന് സാധിക്കും. ബാച്ചലർ ഡിഗ്രി കൊണ്ട് നല്ല പ്രാക്ടീസ് കിട്ടുന്ന നല്ല വഴിയാണ് കിട്ടുമെങ്കിൽ. പിന്നെ ഇതെല്ലാം അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സർക്കാർ സ്ഥാപനങ്ങളാണ്, ഫീസ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ ഇവിടെ നിങ്ങൾക്കറിയാം വെറ്ററിനറി സയൻസ് തൃശ്ശൂരുണ്ട്. അതുകൂടാതെ ഇന്ത്യയിലെ എല്ലാ വെറ്ററിനറി കോളേജുകളിലെയും 15% ഒരു നാഷണൽ സെലക്ഷൻ ഉണ്ട്, അതിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൂടെ നിങ്ങൾ നോക്കിയിട്ട് വെറ്ററിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ കയറുക, ഡീറ്റെയിൽസ് എല്ലാം കിടപ്പുണ്ട് അതിനകത്ത്. സർ, ഇനി നിരവധി സംശയങ്ങൾ കുട്ടികൾക്കുണ്ട്, പലരും വിളിക്കാനിരിക്കുന്നു. നമ്മൾക്കും കുറേയധികം കാര്യങ്ങൾ ജനറലായും പറയാനുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം +2+ തുടരും. ഓക്കെ. +2+ തുടരുന്നു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും തങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് വിളിക്കാവുന്നതാണ്. സർ, അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ അധികമൊന്നും പറയാത്തൊരു മേഖലയാണ് ഈ ആർട്സ്, അതായത് പെയിന്റിംഗ്, സ്കൾപ്ചർ തുടങ്ങിയ മേഖലകളൊക്കെ. അതിൻ്റെ ഒരു ജോലി സാധ്യതകൾ, അതിൻ്റെ ഒരു സാധ്യതകൾ നമ്മുടെ ഈ നാട്ടിൽ എത്രത്തോളം ഉണ്ട്? നിങ്ങൾ ഫൈൻ ആർട്സ് എന്ന് പറയും. ഇപ്പോൾ കേരളത്തിലെ തിരുവനന്തപുരത്തും മാവേലിക്കരയും തൃപ്പൂണിത്തുറയും തൃശ്ശൂരും 4 കോളേജുകളുണ്ട്. ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് 4 ഇയർ പ്രോഗ്രാം. ഇനി +2 ജയിച്ചാൽ മതി. +2 മാർക്ക് നോക്കില്ല, അപേക്ഷ കൊടുത്താൽ അവരുടെ അഭിരുചി പരിശോധിക്കും. അതിന് പ്രത്യേക ടെസ്റ്റുകളുണ്ട്, അവരുടെ പരീക്ഷയുണ്ട്, പടം വരയ്ക്കുകയും അങ്ങനെയൊക്കെ പല കാര്യങ്ങളും, ഒരാളെ നിർത്തി വരയ്ക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കാറ് കൊണ്ട് വേമ്പനാട്ടുകാർ വരയ്ക്കാൻ പറയുക, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് വരച്ചതിന് ശേഷം അവരുടെ അഭിരുചി നോക്കി എടുക്കും. ഈ 4 കൊല്ലത്തെ ആദ്യത്തെ കൊല്ലം കോമണാണ്. 3 വിഷയങ്ങളാണ്: ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ്, സ്കൾപ്ചർ, കമേഴ്ഷ്യൽ ആർട്ട്. വളരെ ഡിമാൻഡുള്ള ഏരിയ, അഡ്വർടൈസ്മെന്റിലും സിനിമയിലും TV യിലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇഷ്ടമുള്ളൊരു വഴി സ്പെഷ്യലൈസ് പോകാം. അപ്പോൾ ഏറ്റവും കൂടുതൽ കമേഴ്ഷ്യൽ ആർട്ടാണ്. പക്ഷേ +2 എന്നുള്ളതിൽ +2 ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ മാത്രം മതി. നല്ല വാസന വേണം. നമ്മൾ ടെസ്റ്റിൽ പോകുമ്പോൾ നമ്മുടെ വർക്ക്സ് കൊണ്ട് കാണിക്കുകയും വേണം. കുറെ വരച്ചതൊക്കെ ഇതൊക്കെ നോക്കിയിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. ധാരാളം സാധ്യതയുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ ആനിമേഷൻ പോലുള്ള രംഗത്തേക്ക് ആനിമേഷൻ ഒരുപാട് ഇവർക്ക് പോകുന്നുണ്ടല്ലോ. ഈ ആനിമേഷനിലെ മൾട്ടിമീഡിയയിലൊക്കെ ഇവർ പോയാൽ വളരെ വളരെ ഉയർന്ന രീതിയിൽ സാധിക്കും. കാരണം നല്ല ഭാവനാശാലികളായിരിക്കും, ഒരു കൽപ്പനയുള്ളവരാണല്ലോ കൂടുതലുള്ളത്, ഭാവനയുള്ളവരല്ലേ. തീർച്ചയായിട്ടും വിജയിക്കാം. വളരെ ഉയർന്ന അഡ്വർടൈസ്മെന്റ് വലിയ രീതിയാണ്. കമേഴ്ഷ്യൽ ആർട്ട് വലിയ ഡിമാൻഡാണ്. ഈ ബ്രാഞ്ചിന് വലിയ ഡിമാൻഡാണ്. കാരണം വളരെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിൽ കൊണ്ടുപോകുന്നുണ്ട്. അടിസ്ഥാന നല്ല രചന പാഠം ഉണ്ടായിരിക്കണം, നല്ല ഭാവനാശേഷി ഉണ്ടായിരിക്കണം. ഒരു കുഴപ്പമില്ല. സാർ, ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് ആഷ്ലി എന്നൊരു കുട്ടി വിളിക്കുന്നുണ്ട്. ആഷ്ലി സാറിനോട് സംസാരിക്കൂ. ഹലോ, പറയൂ ആഷ്ലി. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ ടു യു. സാർ, ഞാൻ +2 കഴിഞ്ഞു, ബയോമാക്സ് ആയിരുന്നു. എനിക്ക് എഞ്ചിനീയറിംഗിന് പോകാനാ താല്പര്യം. അപ്പം കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ്, ഇതില് ഏതായിരിക്കും കൂടുതൽ ഗേൾസിന് ജോലി സാധ്യതയുള്ളത്? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതൊരു കോർ വിഷയമാണ്. അതുകൊണ്ട് IT ഒരു കോർ വിഷയമല്ല. IT എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ 3 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തീർച്ചയായും ധാരാളം സാധ്യതകൾ പല മേഖലകളിലുണ്ട്. ജോലി നല്ല സാധ്യത പെൺകുട്ടികൾക്ക് യാതൊരു കുഴപ്പമില്ല. ഈ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ വ്യത്യാസം വളരെ കുറഞ്ഞു. പണ്ട് നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികളെ ഇല്ലായിരുന്നു. അങ്ങനെ കാലത്ത് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ആളാണ്. അതൊക്കെ മാറി. ഇപ്പോൾ പെൺകുട്ടികൾക്ക് ഏത് പ്രൊഫഷനിലും പോകാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. തീർച്ചയായിട്ടും ഇത് ഇലക്ട്രോണിക്സ് ശ്രമിക്കാം കേട്ടോ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കുക. അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഒക്കെ ഉണ്ട്. അത് ഇൻസ്ട്രുമെന്റേഷനാണ് ഫോക്കസ് വരുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്തോളം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഒരു വിഷയമുണ്ട്, അതിന്റെ ഫോക്കസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഈ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, യൂട്ടിലൈസേഷൻ ഒക്കെ വരുന്ന KSEB ജോലി, ഫാക്ടറി ജോലിയൊക്കെയാണ്, ഈ മോട്ടോർ ഫാക്ടറിയിലൊക്കെയാണ്. അപ്പോൾ കുട്ടിയുടെ പറഞ്ഞ കൂട്ടത്തിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുക്കാം, ധൈര്യമായിട്ട് എടുക്കുക, കുഴപ്പമില്ല. സാർ, ഇപ്പോൾ അതുപോലെ കാസർഗോഡ് നിന്ന് ഷാലിമ എന്ന് പറയുന്ന ഒരു കുട്ടി വിളിക്കുന്നുണ്ട്. ഷാലിമ, സാറിനോട് സംസാരിച്ചോളൂ. ഹലോ സർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനിപ്പോ സയൻസ് +2 ആണ്. അപ്പോ അതിന് കൂടുതൽ എനിക്ക് സിവിൽ സർവീസിന് പോകണം എന്നാണ് ആഗ്രഹം. ശരി. അപ്പൊ അതിന് കൂടുതൽ അനുയോജ്യമായ ഡിഗ്രി അതിന് കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം ഡിഗ്രി എടുക്കുക. ഏത് വിഷയം കുട്ടിക്ക് ഏതാണോ താല്പര്യം, ഒരു സർവകലാശാല ബിരുദം കിട്ടുന്നുള്ളൂ. പക്ഷേ ആ 3 വർഷം നമ്മൾ മറ്റ് കാര്യങ്ങളുടെ ശ്രദ്ധിക്കേണ്ടത് സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല. നമ്മുടെ നല്ല പൊതുവിജ്ഞാനം, നല്ല പത്രങ്ങൾ വായിക്കണം, TV കാണുന്നു, വൃത്തിയായിട്ട് സംസാരിക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ നല്ല പൊതുവിജ്ഞാനം ആർജിക്കണം. പുതിയ കാര്യങ്ങൾ, എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ലോക രാഷ്ട്രങ്ങളിൽ സംഭവിക്കുന്നു, ഇവിടെ കൃഷിയുടെ, വ്യവസായത്തിൻ്റെ രംഗത്ത് എന്ത് മാറ്റങ്ങൾ വരുന്നു, ശാസ്ത്രത്തിൽ നിന്ന് വരുന്നു, സ്പോർട്സിൽ നിന്ന് വരുന്നു, അങ്ങനെ പൊതുവിജ്ഞാനത്തിൻ്റെ പല ഘടകങ്ങളുള്ളതെല്ലാം നമ്മൾ സ്വാംശീകരിക്കുന്നതിനുള്ള നിരന്തരമായ ശ്രമം ഈ 3 വർഷം ചെയ്യുകയും വേണം. ഇഷ്ടമുള്ള വിഷയം, ഏത് വിഷയം എന്നൊന്നും ഒരു ഇഷ്ടമുള്ള വിഷയം പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല.
ശരി സാർ, ഇപ്പൊ നമുക്ക് ഓൺലൈൻ വഴി ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. മുണ്ടേരിൽ നിന്ന് ജോബിൻ മാത്യു എന്നൊരാള് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇതിന്റെ കോഴ്സുകൾ എവിടെയുണ്ട്, ഇതിന് വേണ്ട യോഗ്യതകൾ എന്താണെന്ന് ചോദിച്ചു. അത് ഈ ഫോട്ടോഗ്രാഫി പഠിക്കാനായിട്ട് ചുരുക്കം ചില സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി നമുക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പറഞ്ഞില്ലേ, ഫോട്ടോഗ്രാഫി തന്നെ പല പല എലിമെന്റ്സ് ഉണ്ട്. ഫോട്ടോഗ്രാഫി ഇപ്പോൾ നമ്മൾ സാധാരണ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയും, അല്ലെങ്കിൽ സ്പോർട്സ് ഫോട്ടോഗ്രാഫി, ഫോട്ടോ ജേർണലിസം എന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ട്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ സ്ഥാപനങ്ങൾ ഹൈദരാബാദിലൊരു സ്ഥാപനമുണ്ട്. അവർ ഈ ഫോട്ടോഗ്രാഫിയുടെ പല പല എലിമെൻറ്റ്സ് ഉണ്ട്. ഞാനതിൻ്റെ പേര് പറയാം, ഒരു സെക്കൻഡിൽ ഞാൻ പറയാം. അത് കൂടാതെ തന്നെ നമ്മൾ ആദ്യം ബേസിക്കായിട്ടുള്ള ഫോട്ടോഗ്രാഫി ശീലിച്ചിരിക്കണം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് വേണം വൈൽഡ് ലൈഫിലേക്ക് പോകാനായിട്ട്. അത് സ്പെഷ്യലൈസേഷൻ പോലെയാണ്. ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, പോർട്രേറ്റ് ഉണ്ട്, ഫോട്ടോ ജേർണലിസം, അഡ്വർടൈസിങ്, വൈൽഡ് ലൈഫ് ഒക്കെ ഉണ്ട്. പല എലിമെൻറ്റ്സ് ഉണ്ട്. ഈ ജവഹർലാൽ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, അത് നല്ലൊരു സ്ഥാപനമാണ്, നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ ഈ യൂണിവേഴ്സിറ്റി, ഉത്കൽ യൂണിവേഴ്സിറ്റി ഭുവനേശ്വർ, അവിടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, കടമയുണ്ട്. പിന്നെ NID-യിൽ ഈ രണ്ട് സ്ഥാപനങ്ങൾ നോക്കാം. ജാമിയ മില്ല ഇസ്ലാമിയയിലുണ്ട്, അവിടെ നോക്കുക. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് ഫോട്ടോഗ്രാഫി അണ്ണാശാല ചെന്നൈ, അവിടെയും ചില എലിമെന്റ്സ് പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് സ്ഥാപനങ്ങൾ. പിന്നെ ഇത് മാത്രം ഫോക്കസ് ചെയ്ത വലിയ സ്പെഷ്യലൈസ്ഡ് സ്ഥാപനങ്ങൾ നമുക്കില്ല. അതവിടെ. ഓക്കെ സാർ, ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ആൻ എന്നൊരു കുട്ടി വിളിക്കുന്നുണ്ട്. ആൻ സാറിനോട് സംസാരിച്ചു. ആൻ പറയൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഞാൻ +2 റിസൾട്ടിന് വെയിറ്റ് ചെയ്യുക. മാത്സ് ഗ്രൂപ്പ് ആണ് എടുത്തത്. ISC സിലബസ്. സർ, എനിക്ക് BA ലിറ്ററേച്ചർ എടുക്കണമെന്നാണ്. ഒരു കുഴപ്പമില്ല, താല്പര്യം സാഹിത്യം പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം അതിനുള്ള അത് എടുത്തു കഴിഞ്ഞുള്ള ജോലി സാധ്യതകൾ എന്താണെന്ന് അറിയണം. പിന്നെ ഉള്ള എനിക്ക് ലിറ്ററേച്ചർ എടുക്കാനുള്ള ഓപ്ഷൻ എന്താ, വേറെ ഓപ്ഷൻസ് എന്താണെന്ന് അറിയണം. അല്ല, കുട്ടിക്ക് ഇപ്പോൾ സാഹിത്യത്തിൽ താല്പര്യം, ഭാഷയിൽ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായും എടുക്കാം. എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഭാഷ ടെക്സ്റ്റ് ബുക്കിന് അപ്പുറത്തും വായിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് പോകാവുന്ന പ്രധാന മേഖലകളുള്ളത് ജേർണലിസമാണ്. ഭാഷ പഠിച്ചാൽ ജേർണലിസം ഉണ്ട്. പിന്നെ പബ്ലിക്കേഷനിൽ പോകാം. ഒരു ലെവൽ കഴിഞ്ഞാൽ പബ്ലിക്കേഷൻ, ഒരു മാസ്റ്റർ ഡിഗ്രി എടുക്കണം കേട്ടോ. ആ ലെവലിൽ പോകണം, മാസ്റ്റർ ഡിഗ്രി എടുക്കേണ്ടി വരും. പിന്നെ സിവിൽ സർവീസിന് പോകുന്നവരുണ്ട്, സിവിൽ സർവീസിൽ പോകാം നമുക്ക്. പിന്നെ ലോ മുതലായതിന് പോകാം. അപ്പോൾ ഈ ജേർണലിസം ആഗ്രഹിച്ച്, ഈ ലിറ്ററേച്ചർ ആഗ്രഹിച്ച് പോകുന്നവരായതുകൊണ്ട് ഞാനിത് ലോ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞാൽ ജേർണലിസമാണ് ഒന്ന്. ജേർണലിസം എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 ഘടകങ്ങൾ പോകും. ജേർണലിസം, അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ്, പബ്ലിക് റിലേഷൻസ്, ഇതൊക്കെ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ലെക്ചർ ഇപ്പോൾ അതിപ്പോൾ ഏത് മാസ്റ്റർ ഡിഗ്രിക്കും 55% മാർക്ക് ഉണ്ടെങ്കിൽ നെറ്റ് എന്നൊരു പരീക്ഷയുണ്ട്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ആ ടെസ്റ്റിൽ 2 കാര്യങ്ങൾ അർഹത കിട്ടും. ഒന്ന് കോളേജ് അധ്യാപകനാകുന്നതിന്, മറ്റൊന്ന് JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അത് ഗവേഷണത്തിനുള്ളത്. ഇഷ്ടം പോകാം. അപ്പോൾ ഇത് വേണമെങ്കിൽ പോയി യാതൊരു ബുദ്ധിമുട്ടുമില്ല അടുത്ത്. ഓക്കെ സാർ, ഇപ്പോൾ പള്ളിക്കലിൽ നിന്ന് സജീന്ദ്രൻ എന്നൊരാൾ വിളിക്കുന്നുണ്ട്. സജീന്ദ്രൻ, സംസാരിച്ചോളൂ സാർ. സാർ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ എടുത്തത് VHS അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് കോഴ്സാണ് കേട്ടോ. എനിക്ക് 63% മാർക്കുണ്ട്. എനിക്ക് ഇനി ഏതിനെ കുറിച്ച് ഇനി പഠിക്കാം? കുട്ടിക്ക് പറ്റിയത് BCom പോകാൻ വേണമെങ്കിൽ BCom പോകാം. അതേപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസിയോ കമ്പനി സെക്രട്ടറിയോ ഒക്കെ ചെയ്യാം. അധികം പേരും പോകാത്തതാണ് ഈ കമ്പനി സെക്രട്ടറിഷിപ്പ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരു അക്കൗണ്ടൻസി വേണം, ഒരു മാനേജ്മെന്റും വേണം. മാനേജ്മെന്റ് സ്റ്റഡിയും ഉണ്ട്, രണ്ടുമുണ്ട്. അപ്പോൾ അഡ്മിനിസ്ട്രേഷനും ഉണ്ട്. തീർച്ചയായിട്ടും കമ്പനി സെക്രട്ടറി പാസ്സായ ഉടൻ ജോലിയാണ്. 5 കോടി രൂപയെങ്കിലും അടച്ചു തീർത്ത മൂലധനമുള്ള ഏത് കമ്പനിയിലും ഒരു ഫുൾ ടൈം കമ്പനി സെക്രട്ടറി വേണം നിയമമുണ്ടല്ലോ. അത്രയും കിട്ടുന്നില്ല. കേരളത്തിൽ പോലും ഉടൻ ജോലി കിട്ടുന്ന വഴിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് CS കമ്പനി സെക്രട്ടറി ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ചെയ്യാം. ഓക്കെ സാർ, ഇപ്പോൾ പുനലൂരിൽ നിന്ന് രാഹുൽ എന്നൊരാൾ വിളിക്കുന്നുണ്ട്. രാഹുൽ, സംസാരിച്ചോളൂ സാറിനോട്. ഹലോ സാർ. രാഹുൽ പറയൂ. സാർ, ഞാൻ +2 കഴിഞ്ഞ് കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്തത്. എനിക്ക് പോളിടെക്നിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോകാൻ തീർച്ചയായിട്ടും പോകാം. പക്ഷേ ഇയാളുടെ 2 കൊല്ലം പോയി ജീവിതത്തിൽ. 10ാം ക്ലാസ്സുകാർ പോകുന്ന ഒരു കോഴ്സിലേക്ക് 12 കഴിഞ്ഞ് പോകട്ടെ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും പോകാം. പക്ഷേ BBA ഏവിയേഷനോ? BBA അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ബിരുദത്തിന് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണേൽ മാനേജ്മെന്റ് പഠിക്കാമല്ലോ, MBAക്ക് പോകാമല്ലോ, അല്ലെങ്കിൽ PGDM-ന് പോകാമല്ലോ. നമ്മൾ ഈ മനോരാജ്യത്തിൽ ഇതിനാ പാതിരാജ്യം. നമ്മുടെ കഴിവ് നല്ലതിന് പോകണ്ടേ. 12ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് വരെ കോഴ്സിലോട്ട് പോകുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പോകുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ 12 കഴിഞ്ഞുള്ള പ്രോഗ്രാമിന് പോകണമെന്ന് എനിക്ക് ഉപദേശിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ ആയിക്കോട്ടെ. സാർ, ഇപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗിന്റെ ഒരു സെഷനിലോട്ട് വരുമ്പോൾ ഇപ്പോൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന് കുറേയധികം ആളുകൾ പോയി കാണുന്നുണ്ട്. അതിന്റെ ഒരു സാധ്യതകൾ നമ്മുടെ നാട്ടിൽ എത്രത്തോളം? എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ പണ്ടിപ്പോൾ ഈ IIT-ലൊക്കെ എയറോസ്പേസ് എന്നാണ് പറയുന്നത്.
വളരെ നല്ല ജോലി സാധ്യതയാണ്. ഇപ്പോൾ ഏറ്റവും നല്ല സ്ഥാപനങ്ങൾ പഠിക്കും. IIT മദ്രാസ്, ബോംബെ, കാൺപൂർ, ഖരഗ്പൂർ സ്ഥാപനമുണ്ട്. അതുകൂടാതെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരം, ഒരു രൂപ കൊടുക്കേണ്ട, നല്ല വിട്ട്. പക്ഷേ അവിടെ ജോലി അവിടെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ക്രോംപറ്റ് ഉണ്ട്. പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ക്രോംപറ്റ് മദ്രാസ്, ചെന്നൈയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ മികച്ച സ്ഥാപനങ്ങളിൽ പോകണം. പക്ഷേ ഇതിനകത്ത് വന്നത് പണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വലിയ ബ്രാഞ്ച് ഉണ്ടായിരുന്നു. അതിൻ്റെ ചെറിയ ചെറിയ ഉപശാഖകളായിരുന്നു എയറോനോട്ടിക്കൽ, അല്ലെ ഓട്ടോമൊബൈൽ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ മെറൈൻ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ടൂൾ ആൻഡ് ഡൈ, ഇതൊക്കെ പ്രത്യേക ശാഖകളായി. പക്ഷേ എയറോനോട്ടിക്കൽ വലിയ ഡിമാൻഡ് വന്നപ്പോഴത്തേക്കും ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജ് അങ്ങ് തുടങ്ങി, ഈ കോഴ്സ് അങ്ങ് തുടങ്ങി. വേണ്ടത്ര അടിസ്ഥാന സൗകര്യമില്ലാത്തത് കൊണ്ട്. അപ്പം നല്ല കോളേജ് നോക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജോലി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എവിടെ IIT മദ്രാസ് ഒരു കുഴപ്പം, IIT മദ്രാസ്, ബോംബെ, കാൺപൂർ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകാം, കുഴപ്പം. സർ, വളരെയധികം സംശയങ്ങൾ കുട്ടികൾക്ക് ഇനിയും ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇന്നത്തെ ചില സമയപരിമിതി പോലെ നമ്മൾ +2+ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ നന്ദി സാർ, പരിപാടിയിൽ പങ്കെടുത്തതിനും കുട്ടികൾക്ക് ആവശ്യമായ മാർഗ്ഗനിർദ്ദേശം നൽകിയതിനും. ഇന്നത്തെ +2+ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.